ഈ ദുബായ് ചോക്ലേറ്റോട് തോറ്റ് കിടക്കുക കേട്ടോ. ഈ ദുബായ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ലിഡിലിൽ ഒരെണ്ണം വന്നിട്ട് 3.9, അതായത് 4 പൗണ്ടിന്റെ അടുത്ത് വന്നിട്ട് ഇതൊരെണ്ണം കഴിച്ചു നോക്കിയിരുന്നു. കുഴപ്പമില്ല, ആ റേറ്റിന് കൊള്ളായിരുന്നു. അല്ലാണ്ട് നല്ല മധുരം കേട്ടോ, ഭയങ്കര മധുരമാണ്. ഞാൻ അത്ര വലിയ ഫാൻ അല്ല, എനിക്കൊരു 3 പീസൊക്കെ കഴിക്കുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് മട്ടിക്കും. ഹസ്ബൻഡിന് ഇത് ഇഷ്ടമായി കേട്ടോ. ഇപ്പൊ പുതിയൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ആൽഡിയിൽ 14-ാം തീയതി തൊട്ട്. ദുബായ് ചോക്ലേറ്റ് ഐസ്ക്രീം ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് 3.9 തന്നെയാണ് വരുന്നത്, സെയിം റേറ്റ് ആണ് വരുന്നത്. ഇത് ഞാനൊന്ന് കഴിച്ചു നോക്കി കേട്ടോ. ഈ ലിഡിൽ 1 സെയിം റേറ്റ് തന്നെയാണ്. ഈ സംഭവം എനിക്കൊന്നും അധികം ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും ഷെൽഫിൽ അവിടെ അനങ്ങാണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മളിത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടമായില്ല, കൊള്ളില്ല. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ പിസ്താഷ്യോൻ്റെ ആ ഒരു സിറപ്പിൽ എസെൻസിൽ ആ എസെൻസ് കലക്കി വെച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ സേമിയയുടെ തരികൾ തന്നെ ഇടയിൽ കടിക്കാൻ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു വികാരോ ഫ്ലേവറോ ഒന്നും ഇല്ലാത്തൊരു മുതൽ ഇത് വെച്ച് നോക്കുമ്പോൾ ലിഡിൽ 1 ആണ് ബെറ്റർ. വേസ്റ്റ് ആട്ടോ, ട്രൈ ചെയ്തിട്ടുള്ളവർ എന്തായാലും പറയാം, നല്ല ദുരന്തമായിരുന്നു. അതിൻ്റെ സൈഡിൽ തന്നെ ഗാലക്സിയുടെ ആണെന്ന് തോന്നുന്നു മൊച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. മൊച്ചി ഫാൻസാണ് നമ്മൾ. മൊച്ചി ഫാൻസ് കമൻറ്റ് ചെയ്ത് പറയാട്ടോ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മൊച്ചി. ലിറ്റിൽ മൂണിൻ്റെ മൊച്ചി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നമ്മൾ യൂഷ്വലി കഴിക്കാറ്. ഈ സെയിം ഐസ്ക്രീമിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിരുന്നതാണ് ഈ ഒരു മൊച്ചി. ഇതെന്തായാലും അത്ര മോശം വഴിയില്ല, ഗാലക്സിയുടെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തായാലും ഞാൻ കഴിച്ചിട്ടില്ല, കഴിച്ചു നോക്കണം. ഇപ്പം എന്തായാലും തൽക്കാലം എല്ലാം കൂടി പൊട്ടിക്കുന്നില്ല. പക്ഷേ കൂട്ടത്തില് കൊമ്പനാകാൻ ചോദിക്കുന്ന പോലെ ഇതൊന്നും പെടാത്ത ഒരു സാധാ നമ്മുടെ ടെസ്കോയിൽ നിന്ന് വാങ്ങിച്ച് 2.5 പൗണ്ട് എന്തോ വരുന്നുള്ളൂ. ടെസ്കോയിലത്തെ റോസ്റ്റഡ് പിസ്താഷ്യോ ആണ് നമ്മുടെ ഫേവറേറ്റ്. വർത്ത് എവറി പെന്നി എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഇത്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ഒരു ഐറ്റം ആണ്. കിഡിലാണ്. ദുബായ് ചോക്ലേറ്റ് ഒക്കെ മാറി നിൽക്കുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ. ഇനിയിപ്പോൾ എന്തായാലും ദുബായ് ചോക്ലേറ്റിൻ്റെ ഡ്യൂപ്പ് സാധനങ്ങൾ ട്രൈ ചെയ്യണമെന്നില്ല, ഒറിജിനൽ ട്രൈ ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. അത് അത്ര അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്ന കാരണം. അപ്പോൾ ഇതെന്തായാലും ആരും മിസ്സാക്കണ്ട. ടെസ്കോയിലെ ആ ഒരു ഐസ്ക്രീമിൻ്റെ ഷെൽഫിലൊക്കെ തപ്പി നോക്കുക. നല്ല അടിപൊളി കിഡിലൻ സാധനമാണ്, റെക്കമെൻഡ് ചെയ്യുന്നു.